പയ്യന്നൂരിൽ വെച്ച് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ വാഹനം പയ്യന്നൂരിൽ വെച്ച് പിടിയിലായി. കാഞ്ഞങ്ങാട് വരെയുള്ള വ്യാപാരികൾക്ക് വിതരണം ചെയ്യാനായി കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട ലോറിയാണ് പയ്യന്നൂരിൽ വെച്ച് കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ടീമിൻ്റെ പിടിയിലായത്. ജില്ലാ സ്ക്വാഡ് ലീഡർമാരായ PP അഷ്റഫ്, M ലജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനത്തെ പിന്തുടർന്ന് പയ്യന്നൂരിൽ വെച്ച് പിടികൂടിയത്. കണ്ണൂർ ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തേക്ക് സ്ഥിരമായി എല്ലാ ആഴ്ചകളിലും പല ദിവസങ്ങളിലായിട്ട് ഒറ്റത്തവണ പ്ലാസ്റ്റിക് നിരോധിത ഉൽപ്പന്നങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്നും വരുന്നതായിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് നിരന്തരമായി കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ടീം നിരന്തരമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കിട്ടിയ ഒരു ഇൻഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ സാധിച്ചിട്ടുള്ളത്. കണ്ണൂർ ഭാഗത്തു നിന്നും വന്നൊരു ലോറി KL 11 BU 9848 എന്ന വാഹനത്തിൽ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേപ്പർ കപ്പുകൾ, അതുപോലെ ടെക്സ്റ്റൈൽ കവറുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വളരെ മൈക്രോൺ കുറഞ്ഞതായ പ്ലാസ്റ്റിക് കപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. എന്നിങ്ങനെ ഏകദേശം 350 കിലോയ്ക്കടുത്ത് നിരോധിത വസ്തുക്കൾ സ്ക്വാഡ് 1, സ്ക്വാഡ് 2 എന്ന് 2 സ്ക്വാഡിനെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ക്യാമ്പയിനായ മാലിന്യമുക്ത നവകേരളം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് സ്ക്വാഡുകൾ എല്ലാ തലത്തിലും, പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തലത്തിലും മറ്റ് IBOമാരുടെ തലത്തിലും ജില്ലാ തലത്തിലും സ്ക്വാഡുകൾ എല്ലാ തലങ്ങും വിലങ്ങുമായിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പരിശോധന മുന്നോട്ട് പോകുന്നതാണ്. വ്യാപാരികളോട് പറയാനുള്ളത്, ഇത്തരത്തിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ 2016 മുതൽ ഇങ്ങോട്ട് നിരോധിക്കപ്പെട്ടതാണ്. വ്യാപാരി സമൂഹവും അത് നിരോധിച്ചുകൊണ്ട് നമ്മുടെ നാടിനും നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ ഒരു ഹരിതാപമായ അന്തരീക്ഷം ഉണ്ടാക്കാനും നിയമം പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുവാനും നമ്മൾ ഈ സമയത്ത് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. സ്ക്വാഡ് അംഗങ്ങളായ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, അലൻ ബേബി, ദിബിൻ CK എന്നിവരും ബന്ധപ്പെട്ട പയ്യന്നൂർ നഗരസഭാ ഉദ്യോഗസ്ഥരായ അനീഷ് ലാൽ, ശ്യാം കൃഷ്ണ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നാടൊന്നാകെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം കർശനമായിട്ട് നിരോധിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലേക്ക് ചില സ്ഥാപനങ്ങൾ, ചില ഏജൻസികൾ ബോധപൂർവമായിട്ട് ഇത്തരം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പലയിടങ്ങളിലും വിതരണം ചെയ്യുന്ന അനുഭവങ്ങൾ കണ്ടുവരികയാണ്. ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള നിലയിലേക്ക് കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ടീം വാഹനങ്ങളിൽ വലിയ തോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കയറ്റി വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന ടീമിനെ പിന്തുടർന്ന് പിടികൂടുകയും ഏറെ മാതൃകാപരമായ നിലയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. നമ്മുടെ നാടിനകത്ത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതിനെ മറികടന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരം സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന ഏജൻസികൾ ആരായാലും കർശനമായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിന് ഒരു പാഠമാണ്. ഇത്തരം ഏതെങ്കിലും ഏജൻസികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ളത് അറിയിക്കുകയാണ്. ഇത്തരം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എല്ലാ വിഭാഗം ആളുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം ഗവൺമെൻറ്റിനോടൊപ്പം എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നുകൊണ്ട് നിലനിൽക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നിലയിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ടീമിനെയും വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. പിടിച്ചെടുത്ത സാധനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും.
കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട്, കണ്ണൂർ.